അല്ല, അതിൻ്റെ ആ വിമർശനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അത് കേരളത്തിലെ പാർട്ടി നേതാക്കന്മാർ ഇതിനെക്കുറിച്ച് വിശദീകരിക്കും. ഇപ്പോഴും അവകാശം ഇന്നിപ്പോൾ CPIയുടെ ദേശീയ യോഗങ്ങളൊക്കെ ഉണ്ട്. അവർ അതിൻ്റെ തുറച്ചില്ല, അത് നമുക്ക് അവകാശപ്പെടാനുള്ള അർഹതയുണ്ട്. ദേശീയ നേതൃത്വത്തിൽ ഇടപെടൽ നടത്തുന്ന വിഷയത്തിൽ ഇല്ല, ഇക്കാര്യവും കേരളത്തിൽ CPIക്കും CPIMനും വളരെ പ്രാപ്തരായ നേതാക്കന്മാരുണ്ടല്ലോ, പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരുണ്ടല്ലോ. അവരവിടെ ചർച്ച ചെയ്ത് അവർക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്ര നാളായിട്ട് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ആ പ്രശ്നം സജീവമായി തന്നെ നിൽക്കുകയാണ്. നേതാക്കൾ, പ്രത്യേകിച്ച് CPI നേതാക്കൾ ബിനോയ് അടക്കമുള്ളവർ അതിൽ നിലപാടുകൾ പരസ്യമായി പറയുന്ന സമയമാണ്. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പോകേണ്ട ഒരു സമയത്ത് ഈ ഒരു വിഷയം ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത് ശരിയാണോ? പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നം അവിടെ അവർ ചർച്ച ചെയ്ത് പരിഹരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പാർലമെന്റ് അതെ. ഈ കഴിഞ്ഞ ഇന്ത്യ സഖ്യ യോഗത്തിന് ശേഷം കോൺഗ്രസുമായുള്ള ബന്ധത്തിൽ വലിയ ഉടച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സഭയിലേക്ക് പോകുമ്പോൾ ഒരുമിച്ച് പ്രവർത്തിച്ച് പോകും. എന്താണ് അതിൻ്റെ തീരുമാനം? നമ്മുടെ രാജ്യത്ത് വളരെ ഉത്കണ്ഠാജനകമായ സംഭവവികാസങ്ങളാണ്. ലോക്സഭയിൽ 2/3 ഭൂരിപക്ഷം കൃത്രിമമായി നിർമ്മിച്ചെടുക്കാൻ BJP വളരെ വൃത്തികെട്ട ജനാധിപത്യ വിരുദ്ധമായ രീതികൾ, അതിൽ കച്ചവട തന്ത്രമുണ്ട്. പാർട്ടികളെയും പിന്നെ MP-മാരെയും വിലക്കെടുക്കാനുള്ള നീക്കങ്ങളുണ്ട്. പിന്നെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി മറ്റ് പാർട്ടികളെ പലതിനെയും വരുതിയിൽ വരുത്താനുള്ള നീക്കമുണ്ട്. അങ്ങനെ ജനാധിപത്യത്തിൻ്റെയും ഭരണഘടനാ മൂല്യങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് BJPയുടെ നേതൃത്വത്തിലുള്ള യൂണിയൻ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പല ഇന്ത്യ വേദിയിൽ പ്രവർത്തിക്കുന്ന പല പാർട്ടികളിലും ചാഞ്ചാട്ടങ്ങളുണ്ട് തുടങ്ങിയിട്ടുള്ള പല വാർത്തകളും വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ശരിയാകാതിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ പാർലമെൻറ്റ് സെഷൻ വളരെ നിർണായകമാണ്. ഈ ഡിലിമിറ്റേഷൻ കൊണ്ടുവരിക, ജമ്മു കാശ്മീരിലും ആസാമിലും നടത്തിയ പരിമിതമായ ഡീലിമിറ്റേഷൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ കഴിയും എന്ന് BJP തെളിയിച്ചിട്ടുണ്ട്. അത് ആസാമിൽ നന്നായിട്ട് തെളിഞ്ഞു. ജമ്മു കാശ്മീരിൽ വേണ്ട പോലെ ഉണ്ടായില്ല. അതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെയും ഭരണഘടനാ മൂല്യങ്ങളുടെയും കാത്തുസൂക്ഷിപ്പിന് പ്രതിപക്ഷം വളരെ ഉത്തരവാദിത്വത്തോടും ജാഗ്രതയോടും യോജിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് ആ ഉത്തരവാദിത്വ ബോധം പ്രതിപക്ഷം കാണിക്കണം. ചില പ്രശ്നങ്ങളുണ്ട് പ്രതിപക്ഷ നിരയിലുള്ള ചില പാർട്ടികൾക്കുള്ള വിമർശനങ്ങളും മറ്റും നിങ്ങൾക്കറിയാം. അപ്പോൾ പ്രതിപക്ഷത്തുള്ള പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടും ജാഗ്രതയോടും കൂടി പ്രവർത്തിക്കണം. അതിന് CPIMൻ്റെ ഭാഗത്തു നിന്നും ഇടതുപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും സാധ്യമായ എല്ലാ സഹകരണവും ഉണ്ടാവും. വഖഫ് ബോർഡൊക്കെ അവിടെ കൈകാര്യം ചെയ്യും. കളിയുമായിട്ട് ബന്ധപ്പെട്ട് വയ്ക്കാം. ഈ അർജന്റീനയിൽ ഈ മെസ്സി കേന്ദ്രീകൃതമായി മാത്രം ഈ അവരുടെ ഈ കളി നടക്കുന്നത് അത് ഗുണകരമാണോ? മെസ്സിക്ക് ഒരു വിരമിക്കേണ്ട സമയമായില്ല. ഇന്നലെ മെസ്സിയുടെ കളി കണ്ട ആർക്കും മെസ്സി വിരമിക്കേണ്ട പ്രായമാണെന്ന് പറയാൻ കഴിയില്ല. മെസ്സി യഥാർത്ഥത്തിൽ ഒരു ലോകകപ്പ് ഫൈനൽ തോറ്റു കഴിഞ്ഞപ്പോൾ സ്വയം വിരമിക്കൽ പ്രഖ്യാപിച്ചതാണ്. എന്നാൽ മറ്റ് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവരെല്ലാം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടാണ് മെസ്സി വീണ്ടും രംഗത്ത് വന്നത്. കോപ്പ അമേരിക്ക നേടി, ലോകകപ്പ് നേടി, ഫൈനലിസിമോ നേടി, ഇപ്പോൾ ഇതാ വീണ്ടും ഫൈനലിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ മെസ്സി വിരമിക്കൽ സംബന്ധിച്ച് ഉചിതമായ സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുമായിട്ട് ആലോചിച്ച് തീരുമാനമെടുക്കും. റോജർ ഫെഡറർ വിരമിക്കേണ്ട സമയമായില്ലെന്ന് പലരും ഇപ്പോൾ ഒരു ഓസ്ട്രേലിയൻ ഓപ്പണിൽ നഡാലിനോട് പരാജയപ്പെട്ടിട്ട് കരയുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ സമയത്ത് ചിലർ പറഞ്ഞു, ഇത് എൻ്റെ മകൻ പറഞ്ഞു, സത്യം പറഞ്ഞു, അച്ഛാ ഇത് മെസ്സി ക്ഷമിക്കണം, ഫെഡറർ ഭയങ്കര കളിക്കാരൻ തന്നെ, പക്ഷെ ഇനിയിപ്പം വിരമിക്കുന്നതാണ് നല്ലത്. അദ്ദേഹം വിരമിച്ചില്ല. തൊട്ടടുത്ത് നടന്ന ഫ്രഞ്ച് ഓപ്പൺ അദ്ദേഹം നഡാലെ ജയിച്ചു, വിരമിക്കായിരുന്നു. അപ്പോൾ ഈ വിരമിക്കൽ എന്നല്ല ഉള്ളത് അവരുടെ കഴിവുമായി ബന്ധപ്പെട്ട് തീരുമാനിക്കേണ്ട വിഷയമാണ്. മെസ്സിക്ക് ഇനിയും ഒരുപാട് കളി അദ്ദേഹത്തിൻ്റെ കാലുകളിലും തലച്ചോറിലും ബാക്കിയുണ്ട്. ഇതും കൂടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്തുള്ള ഒന്നാമത്തെ കാര്യം, ഈ മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുകയോ ഒരു വിഷയത്തെക്കുറിച്ച് പ്രതികരണം ആരായോ ഒക്കെ ചെയ്യുന്നതിന് പാലിക്കേണ്ട ചില സാമാന്യ മര്യാദകളും സംസ്കാരവുമുണ്ട്.
ഇത് ഞാൻ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ കണ്ടതിന് ശേഷം, പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞാൽ പറയാം, നമ്മുടെ യുണൈറ്റഡ് നേഷൻസിന് വേണ്ടിയിട്ട് പാലസ്തീനെക്കുറിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിച്ച ജസ്റ്റിസ് മുരളീധരൻ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ്. അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിനെ കുറിച്ചെല്ലാം ചർച്ച ചെയ്ത് പ്രകാശ് ബൃന്ദാക്കാരായിട്ടും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം പാർട്ടി ഓഫീസിലേക്ക് മടങ്ങി വരികയാണ്. അപ്പോൾ ഫോണിൽ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒന്ന് ഇറങ്ങുമ്പോഴും എൻ്റെ ഈ ഫോൺ ചെവിയിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ഞാൻ സഞ്ചിയൊക്കെ എടുത്ത് സംസാരിക്കുമ്പം വന്നിട്ട് ആവശ്യപ്പെടുകയാണ്. അത് തത്സമയ പ്രക്ഷേപണത്തിന് വേണ്ടി ഉള്ള അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അത് അപ്പോൾ പ്രക്ഷേപണം നടത്തിക്കൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സോറി, പ്ലീസ് വെയിറ്റ്, ലെറ്റ് മീ കംപ്ലീറ്റ് ദിസ് എന്നൊക്കെ അവരോട് പറഞ്ഞു. അപ്പോൾ എന്നോട് സംസാരിക്കുന്ന ആൾക്ക് വാട്ട് ഈസ് ഹാപ്പനിങ്, ഞാൻ പറഞ്ഞു നത്തിങ്. അപ്പോഴാണ് ഈ ബഹളം. അപ്പം അതുകൊണ്ട് പിന്നെ ചോദിക്കുന്ന ഇതാണ്, എന്താണ് ആദ്യം ചോദിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. CJPയും ചൈനയും തമ്മിലുള്ള ബന്ധം, അതിന് നിങ്ങൾ ഇടനിലക്കാരനായിട്ട് നിൽക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ്. അപ്പോൾ അത് ശുദ്ധ അസംബന്ധമായിട്ടുള്ള ഒരു ആരോപണമാണ്. CJPയുടെ സമരത്തെ സോനം വാങ്ചുക്കിനെയും അതുപോലെ തന്നെ അഭിജിത്ത് ലിപ്കെയും ഒക്കെ ഞങ്ങൾ പോയിട്ട് കാണുകയുണ്ടായി, നേതാക്കന്മാർ സമരസ്ഥലത്ത്. അതിനുശേഷം CPMൻ്റെയും CPIയുടെയും മറ്റ് പാർട്ടികളുടെയും ഒക്കെ ഒരുപാട് നേതാക്കന്മാരും MP-മാരും ഇവിടെ സ്ഥിരം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 105ാം വാർഷികം പ്രമാണിച്ച് ചൈനീസ് എംബസിയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് രഹസ്യമായൊരു പരിപാടിയല്ല. CPIയുടെ നേതാവ് D. രാജ, പിന്നെ ഫോർവേഡ് ബ്ലോക്കിൻ്റെ ദേവരാജൻ, CPI MLൻ്റെ പ്രതിനിധി, പിന്നെ ഇൻ്റലക്ച്വൽസും സ്കോളേഴ്സുമായിട്ടുള്ള ആളുകൾ, അവരുടെ എല്ലാ പേര് ഞാൻ പറയുന്നില്ല. സുധീന്ദ്ര കുൽക്കർണി ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം. സുധീന്ദ്ര കുൽക്കർണി സംസാരിച്ചു 10 മിനിറ്റ്, 8 മിനിറ്റ് വീതം ആളുടെ പ്രസംഗമാണ് സിറ്റുവേഷനെ കുറിച്ച്. അതിനുശേഷം ചായ കുടിച്ച് അവിടെ പിരിഞ്ഞു. ഇത് നടക്കുന്നുള്ളതാണ്. RSSൻ്റെ നേതാക്കന്മാരെയും BJPയുടെ നേതാക്കന്മാരെയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം ഇവിടെ വന്ന് കണ്ട് സംസാരിക്കുകയുണ്ടായി. ചൈന എന്ന് പറഞ്ഞാൽ ഉഭയകക്ഷി ബന്ധം വളരെ ശക്തമായിട്ട് തുടരുന്നതാണ്. ഇടയ്ക്ക് അതിർത്തിയിൽ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സംഘർഷങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതിർത്തിയിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങളെല്ലാം ഉഭയകക്ഷി ചർച്ചകളിലൂടെ സമാധാനപരമായി പരിഹരിക്കണം എന്നുള്ളതാണ് CPIMൻ്റെ നിലപാട്. അപ്പോൾ ഇത് ഒരു പ്രത്യേക ടെലിവിഷൻ, ഇപ്പം ഭരണഘടനയിൽ പറയുന്ന റിപ്പബ്ലിക്ക് എന്ന് പറയുന്ന ആശയം സ്വന്തം കുത്തകയായി എടുത്തുകൊണ്ട് നടത്തുന്ന ആക്രോശിക്കലാണ് മാധ്യമപ്രവർത്തനം ധരിച്ചിട്ടുള്ള ഒരു കൂട്ടം സുഹൃത്തുക്കളാണ്. എനിക്ക് നേരത്തെ നല്ല പരിചയമുള്ള ആളുകളൊക്കെയാണ് അതിനകത്തുള്ളത്. അപ്പം അവരാലോചിക്കണം, ഇതാണോ മാധ്യമപ്രവർത്തനം എന്നുള്ളതിനെക്കുറിച്ച് അവർ ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്. ആത്മപരിശോധന നടത്തുമെന്നുള്ള വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ടല്ല ഞാനിത് പറയുന്നത്. എന്നാലും ഇത്രയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്.